പാതാളത്തിൻ്റെ 7 മണ്ഡലങ്ങൾക്കും താഴെയായി ആദിശേഷനെന്നും അനന്തനെന്നും വിളിക്കപ്പെടുന്ന തമോഗുണ സ്വരൂപനായ ഒരു മൂർത്തിയുണ്ടത്രേ. സർപ്പരൂപനായ ഈ മൂർത്തി മഹാവിഷ്ണുവിൻ്റെ താമസഭാവമാണ്. 1000 ശിരസ്സുകളുള്ള ആ അനന്തൻ്റെ അടയാളം സ്വസ്തികമാണ്. ആ മൂർത്തിയുടെ ഒരു കൈയിൽ കലപ്പയും മറുകൈയിൽ ഉലക്കയുമാണ്. അങ്ങനെ അനന്തമായ രൂപപ്പുലിമയുള്ള ആ ആദിശേഷന് ശ്രീദേവിയും വാരുണീദേവിയും പരിസേവിക്കുകയാണത്രേ. അനന്തനായ അന്ത്യമില്ലാത്തവനായ ആ അനന്തൻ അധോലോകങ്ങളെയും ഉപരിലോകങ്ങളെയും ഒരു കിരീടം പോലെ തലയിൽ ധരിക്കുകയാണ്. അനന്തൻ കോട്ടുവായിടുമ്പോൾ ഭൂമി ഒന്നാകെ കുലുങ്ങുന്നു. കടൽത്തിര ഉയർന്നാഞ്ഞടിക്കുന്നു. കൽപ്പാന്തത്തിൽ ഈ അനന്തനിൽ നിന്നാണ് സംഹാരമൂർത്തിയായ രുദ്രൻ ആവിർഭവിക്കുന്നത്. ആ രുദ്രൻ സർവ്വലോകങ്ങളും നശിപ്പിച്ച് ലോകാവസാനം ഉറപ്പാക്കുന്നു. അതാണ് അനന്തൻ്റെ വൃത്താന്തം.